ബഹറുദ്ദുമുഇൽ ഹാഫിദ് ഇബ്നുൽ ജൗസി തങ്ങൾ വിശദീകരിച്ചു, നമ്മളൊരു തെറ്റ് ചെയ്യുമ്പോൾ അന്നഹു അഹ്സന നബിയ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫീ ഖബരിഹി, റൗദയിൽ കിടക്കുന്ന തങ്ങളെ വേദനിപ്പിക്കലാണ്, വിഷമിപ്പിക്കലാണ്. എന്തിന്? ആ പാവ നേതാവ് എന്താ ചെയ്തത്? വിഷമിപ്പിക്കൽ മാത്രം. കാലിന് കല്ലുകൊണ്ട് 25ലധികം തവണ വധശ്രമം നടത്തിയിട്ടുണ്ട് തങ്ങൾക്കെതിരെ. ഉഖബത്ത് ബിൻ അബീ മുഈത്ത് എന്ന ദുഷ്ടൻ ഒരു മുണ്ട് കുരുക്കിയിട്ട് തങ്ങളെ വേക്കി പോയിട്ട് കഴുത്തിലിട്ടിട്ട് മുറുക്കി അമർത്തിയിട്ടുണ്ട്, കൊല്ലാൻ നോക്കിയിട്ടുണ്ട്. 10 ദിവസം മുന്നേ അറുത്ത ഒട്ടകത്തിൻ്റെ ശരീരത്തിൻ്റെ ഭാഗമല്ലേ അവിടുത്തെ കഴിച്ചു പോയി കൊണ്ടിട്ടിട്ട് തല അനക്കാൻ പറ്റാതിരുന്നത്. ആലോചിച്ച് നോക്കി കൂട്ടരെ. മക്കത്തുനിന്ന് മദീനത്തേക്ക് 430 കിലോമീറ്റർ അവിടുന്ന് സഞ്ചരിച്ചില്ലേ നമുക്ക് വേണ്ടിയിട്ട്. സ്വന്തം പോലത്തെ ശത്രുക്കളോ ഉറങ്ങാൻ വിട്ടിട്ടില്ല. വയസ്സ് 53. നടത്തത്തിനിടയിൽ കാലിന് നഖം പൊട്ടി. 51 വയസ്സിൽ ഒരു ലീഡറുണ്ട് തൊട്ടപ്പുറത്ത്, കുഞ്ഞനെടുക്കണ പോലെ എടുത്തിട്ടാ മല കയറിയത്. ആലോചിച്ചു. സ്വർഗത്തിൽ ആദ്യം എടുത്ത് നോക്കേണ്ട കാലിനാണ് ത്വായിഫുകാർ എറിഞ്ഞ് പൊട്ടിച്ചത്. തളർന്നിരിക്കുമ്പോൾ പിള്ളേര് വന്ന് വിളിച്ച ചീത്ത അറിയോ? ഒരു മനുഷ്യനെ വഷളാക്കാൻ പറ്റിയ ഏറ്റവും വലിയ ചീത്ത ഭ്രാന്തൻ എന്ന്. ഭ്രാന്തൻ, ഏറ്റവും ബുദ്ധിയുള്ള നേതാവിന് കേൾക്കേണ്ടി വന്ന ചീത്ത ഭ്രാന്തൻ എന്നാണ്. ആലോചിച്ചു. ആർക്കും വേണ്ടിയിട്ട് അതൊക്കെ കിട്ടിയത്? ഈ ഉമ്മത്തിന് വേണ്ടിയിട്ട്. കല്ല് വെച്ച് കെട്ടിയിട്ട് ചിലപ്പോൾ നടക്കാൻ പറ്റും, ചിലപ്പം ഇരിക്കാനും പറ്റും, കിടക്കാനൊന്നും പറ്റൂല. കല്ല് മാറ്റി വെച്ച് വെച്ചിട്ട് കിടക്കുമ്പോൾ വയറുവേദന കൊണ്ട് അസ്വസ്ഥപ്പെടുമ്പോൾ ആവശ്യമുമ്പോൾ ഉറക്കത്തുനിന്ന് നെട്ടിയിട്ട് അവിടുത്തെ വയറ് തടവി കൊടുക്കല പണി പോയിരാക്കും. സ്വർഗത്തിലെ രാജകുമാരൻ്റെ കഥയാ പറയുന്നത്. ആലോചിക്കുന്നുണ്ട് എത്ര വിഷമങ്ങൾ സഹിച്ചു. മുഖത്തിൽ പല്ല് ഒട്ടിച്ചിട്ട് കവൾത്തടത്തുനിന്ന് രക്തം ഒഴുകിയില്ല. ആ നേതാവ് ജീവിതത്തിൽ എപ്പോഴെങ്കിലും ഒരു സുഖം അനുഭവിച്ചിട്ടുണ്ടോ? ശത്രുക്കളില്ലാത്തൊരു കാലം ഉണ്ടായിട്ടുണ്ടോ? തങ്ങൾ റൗദയിലേക്ക് താമസം മാറ്റിയപ്പോൾ തീർത്തോ വേദന? യുക്തിവാദികൾ തുടങ്ങിയില്ലേ? ഓറിയന്റലിസ്റ്റുകാർ തുടർന്നില്ലേ? ഫെമിനിസ്റ്റുകാരില്ലേ? വിദഗ്ധക്കാരില്ലേ? നാസ്തികരില്ലേ? എല്ലാവരും ഇല്ലേ? നമ്മളും കൂടി അവിടുത്തെ വേദനിപ്പിച്ചാലോ? പിന്നെ ആരാളുള്ളത് മുഖിപ്പികൾ? ഒരടിമക്ക് ലജ്ജ ഉണ്ടാവണം. എന്ത്? മൊബൈലിൽ യൂട്യൂബിൽ ഹറാമ് സിനിമ തെറ്റ് കാണുമ്പോൾ ലജ്ജ ഉണ്ടാവണം. എന്താണ് ഏറ്റവും ശുദ്ധിയുള്ള നേതാവിന് എൻ്റെ വൃത്തികെട്ടതല്ലേ അവിടെ കാണിച്ചു കൊടുക്കുക? അന്യപെണ്ണിനോട് അന്യപുരുഷനോട് ചാറ്റ് ചെയ്യുമ്പോൾ, വൃത്തികേട് ചെയ്യുമ്പോൾ, ഹറാമ് വാങ്ങുമ്പോൾ, കൈക്കൂലി വാങ്ങുമ്പോൾ എൻ്റെ ഈ തെറ്റവിടെ കാണിച്ചു കൊടുക്കൂലേ എന്ന് നമുക്കൊരു നാണക്കേടുണ്ടാവണം. മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വേദനിപ്പിക്കുന്ന ഒരു വാക്ക്, ഒരു പ്രവർത്തനം, ഒരു ചിന്ത, ഒരു ഇടപെടൽ നമ്മുടെ ഭാഗത്ത് ഉണ്ടാവരുത്. അതാണ് ഏറ്റവും പ്രധാനം.